ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ രാത്രി സമയം മൈഥിലി കാർത്തികിനെ സ്വന്തം ബെഡ്റൂമിലേക്ക് തന്ത്രപൂർവ്വം ക്ഷണിക്കുവാണ്. നമ്മുടെ മീനാക്ഷിയുടെ ജീവിതം കോളം തോണ്ടാൻ തന്നെയാണ് മൈഥിലിയുടെ പുറപ്പാട്. ഇതേ സമയത്ത് മൈഥിലിക്കിട്ടൊരു പാര വരുന്നുണ്ട്. നമ്മുടെ വൈശാഖ് പറയുന്നുണ്ട് അമ്മയോട്, ഞാൻ ഇന്ന് അവിടെ പോയി എന്നെ വഞ്ചിച്ചിട്ട് പോയവളെ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിറങ്ങാൻ പോവുകയാണ്. ഇതേ സമയം നമ്മുടെ താരകപ്പണിക്കർ പറയുന്നുണ്ട്, നാളെ രാവിലെ മോനെ ഒരു ചാക്കും ചൂലും കൊണ്ടുവന്ന് നിന്റെ എല്ലുമൂട്ടം ഒന്ന് വാരി കെട്ടിക്കൊണ്ട് വരാൻ എനിക്ക് വയ്യായേന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ ഇന്നലെ കണ്ടതാണ്, അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. മൈഥിലിനെ കൊണ്ട് കമ്മീഷണറുടെ അടുത്ത് പോയ കാര്യം കാർത്തിക് പറയുവാണ്. മൈഥിലി എന്നെ വിട്ടു പോയതും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷണർക്ക് അറിയാം. അപ്പൊ ഞാൻ ഇവളെ കമ്മീഷണർ മുന്നിൽ കൊണ്ടുപോയി രേഖാമൂലം എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ ഹാജരാക്കി. അത് മാത്രമല്ല, ഞങ്ങൾ പരസ്പര ധാരണയിൽ തർക്കങ്ങളൊന്നുമില്ലാതെ ഒരു വിവാഹമോചനത്തിന് ഞങ്ങൾ തയ്യാറായി എന്ന് പറയും. അപ്പോഴത്തേന് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായപ്പോൾ പറയും, ഞാൻ അന്നേരം പറയാതിരുന്നത് ഇവൾ സമ്മതിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാഞ്ഞത്. പക്ഷെ എന്തായാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെ മൈഥിലി അതിന് സമ്മതിച്ചു എന്ന് പറയും. അപ്പോഴത്തേനും മൈഥിലിയുടെ മുഖമൊക്കെ എങ്ങനെ പൂത്ത് വിടർന്ന് ഞാൻ അവിടുത്തെ വലിയൊരു ഞാൻ സമ്മതിച്ചെന്നുള്ള ഒരു വലിയൊരു ഹീറോയായി അവിടെ കാണിക്കുകയാണ് ചെയ്യുന്ന മുഖം. കേട്ടപ്പോ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ന്യായമായ കാര്യം തന്നെ. കാരണം വഴക്കോ പ്രതികാരമോ വൈരാഗ്യമോ ഒന്നുമില്ലാതെ ആ കുട്ടി അതിന് സമ്മതിച്ചതിൽ വളരെ സന്തോഷം. ഇനി ആ കുട്ടിയുടെ പാട്ടിന് വിട്ടേക്കാൻ പറയും മുത്തശ്ശൻ. അപ്പൊ സാവിത്രി പറയും, ഈ കാര്യം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ രാവിലെ, എന്നാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നല്ലോ ഇവിടെ എന്ന് പറയുമ്പോ അവള് പറയുകയാണ്, അമ്മ എനിക്കറിയത്തില്ലായിരുന്നു, അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ആയിരുന്നു, കാർത്തിക് എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്ന് പറയും. അപ്പൊ വീട് നമ്മുടെ സാവിത്രി പറയാ, ശരി വന്നതെല്ലാം വന്ന് ഇവിടെ നീ കൊണ്ടുപോയി ഇനി അവളെ വീട്ടിലാക്കാൻ പറയും. ഞാൻ പോകത്തില്ല, എന്റെ വീട്ടിൽ എന്നെ സ്വീകരിക്കത്തില്ല എന്ന് ഇവള് പറയുമായിരുന്നു. അപ്പൊ സാവിത്രി പറയും, നിന്നെ ഏത് വീട്ടിലാടി സ്വീകരിക്കുന്നേ, നീ അങ്ങനെയുള്ള പ്രവൃത്തിയാണോ നീ ചെയ്തിട്ട് പോയത്? കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും നിന്നെ സ്വീകരിക്കാൻ പറ്റുമോടി എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഇവളെ കൊണ്ടുവന്ന് വല്ല ലേഡീസ് ഹോസ്റ്റലിലും ആക്കാം, ആ പണമൊക്കെ ഞാൻ കൊടുത്തോളാം, ഈ ഏടാകുടത്തിന് എങ്ങനെയെങ്കിലും ഇവിടുത്തെ പറഞ്ഞു വിടാൻ നോക്കെന്ന് പറയും. അപ്പൊ അവൻ പറയുവാണ്, പറ്റത്തില്ല, അവൾ ഇവിടെ തന്നെ വേണം, കാരണം ഇനി എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാനുണ്ട്, വക്കീലിനെ കാണാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ അവൾ ഇവിടെ തന്നെ വേണം എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, അത് ന്യായമായ കാര്യമില്ലയോ നന്ദിനി എന്ന് ചോദിക്കും. അപ്പോഴത്തേനും നന്ദിനിക്ക് അത് ഇഷ്ടമായില്ല, എന്നാലും എന്ന് മാത്രം പറയും, കാരണം അമ്മയടുത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേനും ഇവള് മീനാക്ഷി നോക്കുന്നുണ്ട്. മീനാക്ഷി നോക്കിയിട്ട് ഇവള് മനസ്സിൽ ചിന്തിക്കുക, എടി ഇവിടെ എല്ലാവരും മണ്ടരായി, നീ എന്താണ് മനസ്സിൽ ആലോചിക്കുന്നതെന്ന് എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പൊ നിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. അങ്ങനെ തന്നെ നീ ചിന്തിക്കടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ACP ആണെങ്കിൽ മീനാക്ഷിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മീനാക്ഷി ഇവിടെ പറഞ്ഞു വന്ന് മീനാക്ഷിക്ക് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട്. ഇവളെ ഞാൻ വിശ്വസിക്കാനോ? ഇവിടെ പല ഉടായിപ്പുകൾ ഞാൻ കണ്ടതാണ്, ഞാൻ കാണാത്ത ഉടായിപ്പുണ്ടോ ഇവളെ ഒരു മരവോന്ത് കയറുന്ന മരത്തിനനുസരിച്ച് ഇവൾ നിറം മാറ്റിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയും. അപ്പോഴത്തേനും മൈഥിലി പറയുക, അയ്യോ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പൂജാമുറിയിൽ പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കർപ്പൂരം കത്തിച്ച് സത്യം ചെയ്ത് കാണിക്കാന്ന് പറയും. അപ്പോഴത്തെ നമ്മുടെ സാവിത്രി, അയ്യോ വേണ്ട, കർപ്പൂരം ഒന്നും നീ തീർക്കേ വേണ്ട, പൂജാമുറി നീ അശുദ്ധം ആക്കേണ്ട, നീ അങ്ങ് ബന്ധം ഒഴിയുന്ന കാര്യത്തിന് സമ്മതിച്ചാൽ മാത്രം മതി. അതല്ല ആ സമയത്ത് നീ മറുകണ്ഠം ചാടിയാൽ മറുകണ്ഠം ചാടുന്ന കാല് ഞാൻ വെട്ടിയെടുക്കുമെന്ന് നമ്മുടെ സാവിത്രി പറയും. ഇത് കേട്ടപ്പോൾ നമ്മുടെ കാർത്തികിന് അങ്ങ് ദേഷ്യം വന്നിട്ട് കാർത്തിക് അങ്ങോട്ട് മൈഥിലിനെ നോക്കിയിട്ട്, മൈഥിലി നീ അകത്തേക്ക് കയറിപ്പോന്ന് പറയും. അപ്പോഴത്തേനും അവൾ സാരിയൊക്കെ ഇങ്ങനെ വീശി തറയിൽ കൂടെ അഴിച്ചുകൊണ്ട് ഒരൊറ്റ പോക്കാണ് കയറിപ്പോകുന്നത്. അതിന്റെ പിന്നാലെ ഭർത്താവ് പോകുന്ന കണക്ക് അവനും അങ്ങ് ഇറങ്ങി കൂടെ അങ്ങ് കയറിപ്പോവും. ഇത് കണ്ടിട്ട് പാവം നമ്മുടെ മീനാക്ഷി നാക്കിയിട്ട് അവളും അങ്ങ് പോവാ ഇന്ന് കയറി. അപ്പൊ മീനാക്ഷി ആ റൂമിൽ കയറാൻ പോകുന്ന സമയത്ത് ഇവള് വിളിക്കുവാണ്, മീനാക്ഷി ഒന്ന് നിന്നേടി നീ എന്ന് വിളിക്കും. അപ്പം മീനാക്ഷി അവിടെ നിൽക്കും. എന്തെന്ന് ചോദിക്കും. നിന്റെ മനസ്സിൽ താഴെ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയും. നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂടി, കാരണം നീയും നിന്റെ കാമുകനായ വൈശാഖ് എന്ന ഗജ ഫ്രോഡും കൂടി ഒളിച്ചോട്ടം, പിന്നെ കല്യാണം, അതിനിടയിൽ നിൽക്കുന്നു വീണ്ടും നീ എന്ന വ്യക്തി ഇവിടെ ഒന്ന് നിൽക്കുന്നു എന്ന് പറയും. അത് എൻ്റെ ഫാൻസിനെയൊക്കെ ഒന്ന് കാണിക്കണ്ടേന്ന് പറയും. നിനക്ക് ഫാൻസ് അസോസിയേഷനും ഉണ്ടോ എന്ന് നമ്മുടെ
മീനാക്ഷി ചോദിക്കും, അസോസിയേഷനൊന്നുമില്ല, എനിക്ക് ഫാൻസുകളുണ്ട്. ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഫാൻസ് ആയിരിക്കുവാണ് ഇപ്പം. ഞാൻ പറയുന്ന കേട്ട് എൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ കേട്ട് അവരെല്ലാം എന്താണ് എൻ്റെ ഫാൻസായി മാറിയിരിക്കുവാണെന്ന് പറയും. അപ്പോഴത്തേന് ഇവക്ക് ദേഷ്യം വന്നിട്ട് പറയും, നീ പോടി എന്ന് പറയും. എടി, നീ ഒന്ന് വിചാരിക്കണ്ട, ഞാൻ ഇവിടുന്ന് ബന്ധം ഒഴിഞ്ഞിട്ട് പോകും നീ വിചാരിക്കുകയും വേണ്ട. അതിനുശേഷം ഞാൻ ഈ ബന്ധം ഒഴിഞ്ഞാലും രേഖാമൂലം കാർത്തിക് നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. മൈഥിലി അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയും. അപ്പോഴത്തേന് ഇവള് പറയും, ഓ കാർത്തിക് എല്ലാ കാര്യങ്ങളും നിന്നെയാണ് ഓടി പറഞ്ഞു വെച്ചിരിക്കുന്നത്, നീ ഇവിടുന്ന് പോവാതെ നീ എപ്പോഴും എന്താണ് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ കാർത്തികൻ ചോദിക്കും. അതെ, ഞാനും അവനും തമ്മിൽ പല കാര്യങ്ങളും സംസാരങ്ങളും ഉണ്ട്, ചർച്ചയും ഉണ്ട്, ഞങ്ങൾക്ക് പല രഹസ്യ കാര്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പൊ എല്ലാം നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴത്തേനും മീനാക്ഷി പറയും, ഹെഡി ഫ്രോഡേ, എൻ്റെ ACP നന്നായിട്ട് എനിക്കറിയാം, അതുകൊണ്ട് നീ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, നീ എൻ്റെ ACP എന്താണെന്നുള്ള കാര്യം നന്നായിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇവക്ക് വീണ്ടും കളി വന്നിട്ട് പറയും, എടി ദേവു അമ്മ എന്ന ഭാര്യ ഈ വീട്ടിലുള്ളപ്പം മറ്റൊരു സ്ത്രീയെ തേടിപ്പോയതിലൂടെ നിന്റെ അച്ഛൻ ജയറാമെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷി കുട്ടിക്ക് വാ അടച്ച കണക്കായിപ്പോയി. 1 മിനിറ്റ് നേരത്തേക്ക് സ്തംഭിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് എടി, എന്റെ അമ്മയും അച്ഛനെയും കുറിച്ച് നീ മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോയാൽ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും, പിന്നെ നിന്റെ വായിൽ ഒരു പല്ല് പോലും കാണാതായിരിക്കും നീ ഇവിടുന്ന് പോകുന്നത്, യൂസ്ലെസ് ഫെലോ, പൊടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് മീനാക്ഷി അങ്ങ് പോകും. പിന്നെ കാണിക്കും നമ്മുടെ രാജലക്ഷ്മി അമ്മ എന്താണ് പ്രാർത്ഥിക്കുവാണ്, ദൈവത്തിന്റെ മുമ്പേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികളെയൊക്കെ നോക്കാത്തോളണമേ, എൻ്റെ മീനാക്ഷി കുട്ടിക്കും കാർത്തിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണേ, പ്രശ്നങ്ങളെല്ലാം മാറി അവർ നന്നായി ജീവിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയെന്ന്. പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി വരുമ്പം സാവിത്രി വരുന്നുണ്ട്. അമ്മേ എന്ന് വിളിച്ചു വരുന്നുണ്ട്. എന്താ മോളേന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ നന്ദിനി എന്തേ ദാണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി വരുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് എനിക്ക് അങ്ങ് വട്ടായിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും എന്താണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ സാധനങ്ങളും ഉപകരണങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയില്ലയോ, അത് എന്നോട് ക്ഷമിക്കണേ, ഞാൻ അതെല്ലാം കൊണ്ടുവന്ന് അവിടെ തന്നെ എന്താണ് വെച്ചോളാന്ന് പറയും. അപ്പോഴത്തേനും അവർ പറയും, അതൊന്നും വേണ്ട മോളെ, നീ അത് എടുത്തുകൊണ്ട് പോയപ്പം ഞങ്ങൾക്കത് അത്യാവശ്യമുള്ള സാധനമാണ്, ഞങ്ങളതൊക്കെ വേറെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് നന്ദിനി ഒന്ന് കണ്ണടിച്ച് കാണിക്കുവായിരുന്നു. അയ്യോ അമ്മ വേറെ വാങ്ങിയോ എന്ന് പറയും. അമ്മ എന്തിനാ അമ്മേ നന്ദിനിയുടെ കണ്ണടിച്ച് കാണിച്ചെന്ന് ചോദിക്കും. അപ്പം പറയാ, മോളത് കണ്ടോ, മോളത് കാണണ്ടായിരുന്നു, എന്തിനാ അമ്മയെ കണ്ണടിച്ച് കാണിച്ചേ, പറയാം. അവർ വളരെ സ്നേഹത്തില്ല. അങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്താണ്, അയ്യോ ഓടി വരണേ എൻ്റെ മീനാക്ഷി അമ്മേന്ന് പറഞ്ഞ് ആരും വിളിക്കുന്ന ഒച്ച കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ജയറാമായിരുന്നു. അപ്പൊ ഇത് ആരാണ് വിളിക്കുന്നത്, ജയറാമേട്ടനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യുക, അങ്ങോട്ട് ഓടുവാണ്. ചെന്നപ്പോ എന്തുവാണ്, ജയറാം തറയെ വീണ് കിടക്കുക, നടു എടുക്കാൻ വയ്യാതെ ഇങ്ങനെ കിടക്കുന്ന പിടിച്ചുകൊണ്ട്, അമ്മേ മോളെ മീനാക്ഷി മീനാക്ഷി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും ഓടി വന്നിട്ട്, അച്ഛാ എണ്ണീര അച്ഛാ. അപ്പം ജയറാമിനെ എണ്ണിക്കാൻ വയ്യ, കട്ടിൽ നിന്നങ്ങ് വീണുപോയി, നടു എടുക്കാൻ വയ്യ. അപ്പോഴത്തേനും എന്താണ് രാജലക്ഷ്മി പറയുന്നുണ്ട്, സാവിത്രി നീ പോയി ജഗദീഷിനെ വിളിക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പം അവൾ ഓടിപ്പോവാ, ജഗദീഷേട്ടാ ജഗദീഷ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേനും എന്താണ് അദ്ദേഹത്തിനെയും കൊണ്ട് പിന്നെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താരക പണിക്കരുടെ വീടാണ് കാണിക്കുന്നത്. താരക പണിക്കരുടെ വീട്ടിൽ നമ്മുടെ വൈശാഖ് എന്താണ് ഷർട്ടൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് താരക പണിക്കർ വിളിക്കുന്നത്, നില്ലടാ അവിടെ, നീ ഏത് വിദേശ പര്യടനത്തിന് പോയിരിക്കുവായിരുന്നടാ, ഏത് രാജ്യത്തായിരുന്നു, വല്ല ഉഗാണ്ടയോ എത്തിയപ്പയോ അർമാനി, ഏത് രാജ്യത്താണടാ നീ ഇത്ര നാള് പോയിരുന്നെന്ന് ചോദിക്കും. എന്താ അമ്മേ നിങ്ങൾ എന്നെ കളിയാക്കുവാണെന്ന് ചോദിക്കും. അല്ല, അന്ന് ഞാൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് നിന്നെ ഞാൻ നാണം കിട്ടി നിന്നെ ഞാൻ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് വരുമ്പോ നീ എന്നോട് പറഞ്ഞത് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് നീ പിന്നെ വരുന്നത് ഇപ്പോഴാണ് നീ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ വല്ല വിദേശ പര്യടനത്തിൽ വല്ലതും പോയിരിക്കുമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴത്തേനും പറയാം, അമ്മ എന്നെ കളിയാക്കൊന്നും വേണ്ട, എന്റെ മനസ്സ് ശരിയല്ലായിരുന്നു അതുകൊണ്ടാന്ന് ചോദിക്കും. അവളെന്തിയേ, ഏവള് മൈഥിലി, നിനക്ക് ബോധമൊന്നും ഇല്ലയോടാ, മൈഥിലി മൈഥിലി എന്ന് വിളിക്കുവൻ. എടാ അവൾ ഇവിടെ ഒന്നും ഇല്ല, മൈഥിലിയും കൊയ്തിലിയും ഒന്നും. അവളെ പാടി നോക്കി പോയെന്ന് പറയാം. എവിടെ പോയി, അവളെ കുറെ വിഷം എടുത്ത് നന്നായിട്ട് ആഹാരമായിട്ട് കഴിച്ചിട്ട് അവൾ ഏതോ ഒരു അമ്പലത്തിന്റെ വാതിലിൽ പോയി വീണ് കിടന്നപ്പം അവളുടെ പഴയ കെട്ടിയോ വന്ന് അവളെ അങ്ങനെ തൂക്കി പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോയി എന്ന് പറയും.
അപ്പോഴത്തേനും എന്താണ് അവൻ കൊണ്ടുപോയോ എന്ന് ചോദിക്കും. അവളെന്നെ വഞ്ചിച്ചിട്ട് പോയ ചതിയെത്തി എന്ന് ഇവൻ പറയും. അവൾ എങ്ങനെ പോവാതിരിക്കുവടാ, നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെ അല്ലയോടാ. അവള് ചെമ്പകമംഗലത്ത് ഇപ്പം സുഖം വസിക്കുവാണ് പറഞ്ഞു. അവനിപ്പം കാർത്തികിന് 2 ഭാര്യമാരുമായി. ഇതെല്ലാം എന്റെ മാലതിയാണ് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറയും. ആഹാ, അങ്ങനെ ആയോ അത്? എടാ, നീ അവളെ കല്യാണം കഴിച്ചോണ്ടൊന്നും അല്ലല്ലോ വന്നത്. ഇപ്പോഴും രേഖാമൂലം അവന്റെ ഭാര്യ തന്നെയാണ് അവള്. നീ അവളെ തട്ടിക്കൊണ്ട് വന്നില്ലയോ എന്ന് ചോദിക്കും. അപ്പോഴത്തേന് ഇവന്റെ മുഖം, നിങ്ങൾ മിണ്ടാണ്ടിരുതള്ളേ, നിങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കും എന്ന് പറയും. എടാ, നീ അവളെ കൊല്ലാനൊന്നും പോവണ്ട. നിന്നെ കൊല്ലാതെ അവള് വിട്ടതേ ഭാഗ്യം എന്ന് പറയാം, നിന്നെ വെറുതെ വിട്ടത്. എടാ, നീ അങ്ങനെ നീ അവളെ അടിച്ചുകൊണ്ട് നീ അവരെയും വഞ്ചിച്ചുകൊണ്ടല്ലോ ഇവിടെ കാർത്തികിനെയും മറ്റ് വീട്ടിലുള്ള എല്ലാരെയും വഞ്ചിച്ചുകൊണ്ടില്ലൂടെ നീ അവളെയും കൊണ്ടുവന്നത്. അവള് നിന്നെയും വഞ്ചിച്ചിട്ട് പോയി, അത്രയേ ഉള്ളെന്ന് പറയും. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? പെണ്ണുങ്ങൾ എന്തുവാ പെണ്ണുങ്ങളെ കുറിച്ച്? പെണ്ണുങ്ങൾ നിങ്ങളുടെ അടിമയൊന്നും അല്ല. നീ പറയുന്ന കണക്കൊക്കെ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അവള് നിന്നെ കൊല്ലാതെ പോയത് തന്നെ നിന്റെ ഭാഗ്യം. തൊള്ളെ നിങ്ങളൊന്ന് തൊള്ള തുറക്കാതെ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്ന് പറയാ വൈശാഖ്. അങ്ങാടിയിൽ തോറ്റതിന്റെ അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയും. അപ്പോഴത്തേന് ഇവൻ വീണ്ടും പോവാ. ഞാൻ ഇന്ന് അവളെ കൊന്നിരിക്കും എന്ന് പറയും. ഞാൻ അവളെ കൊല്ലും എന്ന് പറയും. അപ്പോഴത്തേന് നില്ലടാ അവിടെ എന്ന് പറയും വീണ്ടും. എന്താ നള്ളയെന്ന് ചോദിക്കും വീണ്ടും. എടാ, നീ പോവല്ലേടാ, നീ ചെമ്പകമംഗലത്തോട്ട് പോവല്ലേടാ, ഞാൻ പോയി ഇന്ന് അവളെ കൊല്ലു എന്ന് പറയും. എടാ, ഈ രാത്രി നീ ചെമ്പകമംഗലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കരുത്. നാളെ നേരം പുലരുമ്പോൾ ഒരു ചാക്കും ചൂലും കൊണ്ടുവന്ന് നിന്റെ എല്ലും മൂട്ട ഒന്നും വാരിക്കൊണ്ട് വരാൻ, ചാക്കിൽ കെട്ടിക്കൊണ്ട് വരാൻ എന്നെ കൊണ്ട് വയ്യായേ എന്ന് പറയും. തള്ളയെ നിങ്ങളെ ഉണ്ടല്ലോ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് തള്ളയുടെ കഴുത്തിന് എനിക്ക് കയറി പിടിക്കാൻ വേണ്ടി പോകുമ്പോ തള്ള പറയും, അറിയാത്ത വെള്ള ചൊറിയുമ്പോ അറിയും, തള്ളയെന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് ഇറങ്ങി പോവുകയാണ് കാണിക്കുന്നത്. ജയറാമിനെയാണ് കാണിക്കുന്നത്. ജയറാമും നന്ദിനി എല്ലാവരും കൂടെ ജഗദീഷും എല്ലാവരും കൂടെ കാണിച്ചിട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ അമ്മ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. മോനെ എന്ത് പറ്റി, എന്തോ പറഞ്ഞത്? പണ്ട് ഗുണ്ടകൾ ആക്രമിച്ചതിൽ ഉണ്ടായ എന്തോ ഒരു പ്രശ്നമാണ്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 1 മാസമെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നുണ്ട്, നമ്മളെല്ലാരും ഉണ്ടല്ലോ അവനെ ഇവിടെ നോക്കാൻ വേണ്ടിട്ടെന്ന് പറയുമ്പോൾ ജഗദീഷ് പറയാം, അങ്ങനെ എല്ലാരും നോക്കുന്ന കണക്കല്ല, എപ്പോഴും ഒരാള് കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാജലക്ഷ്മി അമ്മ ഇങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് രാത്രി സമയമായി. നമ്മുടെ മീനാക്ഷി കുട്ടി അങ്ങനെ പുറത്ത് കാത്തു നിൽക്കുവാണ്. ഭർത്താവിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുക, ACP കാണുന്നില്ലല്ലോ, നേരെ ഇത്രയായല്ലോ, എവിടെ പോയി കാണുന്നു പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ പോകുമ്പോൾ ACP വരുന്നുണ്ട് കയറി. അപ്പം മീനാക്ഷി കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചോദിക്കും, എന്താ ACP ഇത്രയും താമസിച്ചത് എന്ന് ചോദിക്കുക. അന്നേരം ACP ചോദിക്കും, കുഞ്ഞുറങ്ങിയോ മീനാക്ഷി? ആ, കുഞ്ഞുറങ്ങി, കുഞ്ഞിന്റെ അമ്മ അച്ഛനെയും കാത്തു നിൽക്കുമായിരുന്നു പറയും. അപ്പൊ എത്ര നേരമായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, എന്താ ഇത്ര താമസിച്ച്? പിന്നെ കുഞ്ഞിനും കുഞ്ഞിന്റെ അമ്മയ്ക്കും ഇവിടെ ഇരുന്നാൽ മതി, കുഞ്ഞിനെ നോയിക്കൊണ്ട്. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ എൻ്റെ അടുത്ത് നീ ഒരു ACPയുടെ ഭാര്യയാണ്, ചുമ്മാ എൻ്റെ അടുത്ത് ഇത്രയും താമസിച്ച് എന്താ എവിടെ പോയാന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് വരല്ലോ. അപ്പൊ അതെല്ലാം ഇതെല്ലാം കണ്ടിട്ട് അവൾ അവിടെ കേട്ടോണ്ട് നിൽക്കും. ആഹാ, ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതിന്റെ അകത്ത് കുറച്ചും തീയും കൂടെ കയറ്റി കൊടുത്താൽ ഇത് ആളി കത്തിക്കോളൂന്ന് ഇവള് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴത്തേനും ഇവനങ്ങ് ദേഷ്യം വന്നിട്ട് പറയുമ്പോഴത്തെ അവള് പറയും, ബാ ACP ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പോവാം. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട മീനാക്ഷി, ഞാൻ ആഹാരം അത് കൊള്ളാം. ഇവിടെ ഒരു ഭാര്യ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര നേരമായിട്ട് കാത്തിരിക്കുന്നുള്ള കാര്യം ACPക്ക് അറിയാം. ഭക്ഷണവും കഴിച്ചിട്ട് വന്നതും പോരാൻ എന്റെ നേരെ വഴക്കുണ്ടാക്കുവാണോ എന്ന് ചോദിക്കുമ്പം, മീനാക്ഷി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വസ്ഥത കളയുന്നുള്ള കാര്യം, ഇതിന്റെ പാട് നോക്കി പോകാൻ നോക്കി, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മീനാക്ഷിയുടെ അങ്ങ് ചാടി കയറുക ചെയ്യുന്നത്. മീനാക്ഷി അങ്ങ് അകത്ത് കയറി പോവുകയെന്ന്. അപ്പോഴായിരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഫയലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, ചെയ്ത് തീർക്കാനുള്ള പെൻഡിങ് ഫയൽ ഒത്തിരി ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൻ എന്ത് ചെയ്യുക, ഹാളിലിരുന്ന് ഫയൽ നോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവളിതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ്. അവള് പോയി, ഇവൻ പറയുന്ന കേട്ട് അവള് പിണങ്ങി പോയെന്ന് തോന്നി. ഈ സമയം എനിക്കൊന്ന് മുതലെടുത്താലോ എന്ന് പറഞ്ഞ് ഇവൾ അങ്ങോട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലിട്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് എന്നിട്ട് പറയുവാണ്, കാർത്തിക് കിടന്നില്ലേ, എന്ത് കാർത്തിക്കിന് വർക്ക് കഴിഞ്ഞില്ലേ? അപ്പോഴത്തേനും ഭാര്യയുടെ നേരെ ചാടിക്കേറിയ വ്യക്തി ഇവളെ കണ്ടപ്പോഴത്തേനും, ഇല്ല മൈഥിലി, കഴിഞ്ഞില്ല, എനിക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ട്, ഞാൻ അത് ചെയ്ത് തീർക്കുവാണെന്ന് പറയും.
പിന്നെ റൂമിൽ ഇരുന്ന് ചെയ്ത പിന്നെ കുഞ്ഞു ഉറങ്ങത്തില്ല. മീനാക്ഷിക്കും അത് വളരെ എന്താണ് ബുദ്ധിമുട്ടാണ്. അവളുടെ ഉറക്കം പോകുമെന്ന് പറയും. അപ്പൊ ഇവൻ ഇവിടെ എന്തൊക്കെയോ മീനാക്ഷിയുടെ ഉറക്കം പോവും. അതല്ലേ കാര്യം. മീനാക്ഷി എന്തൊരു സ്നേഹം, ഈ സ്നേഹമൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് വന്ന് കസേര ഇരിക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഹാളിലിരുന്ന് ചെയ്യാതെ ഇനിയും ആരെങ്കിലും വന്ന് ശല്യം ചെയ്യും. കാർത്തിക് ഒരു കാര്യം ചെയ്യും, എൻ്റെ മുറിയിൽ പോയിരുന്ന് ചെയ്യേ, എൻ്റെ ബെഡ്റൂമിലേക്ക് വാ, അവിടെ ഇരുന്ന് ചെയ്യാമല്ലോ കാർത്തിക്കിന്. ഞാനേ അടുക്കളയിലോ വല്ലതും എന്താണ് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. കാരണം അവൾ അത്രയ്ക്ക് സ്നേഹമോ ഇവക്ക് എൻ്റെ അടുത്ത് എന്നുള്ള ഇതില്. വാ കാർത്തിക്, എൻ്റെ ബെഡ്റൂമിലോട്ട് വന്നോ, പിന്നെ അവിടെ പോയിരുന്ന് കണക്കൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവള് വീണ്ടും എന്താണ് ഇങ്ങനെ പറയും. അവൻ പറയും, വേണ്ട വേണ്ട വേണ്ട, മൈഥിലി എൻ്റെ ഗസ്റ്റ് ആണ്, അതുകൊണ്ട് മൈഥിലി എന്താണ് പിന്നെ അടുക്കളയൊന്നും പോയി കിടക്കേണ്ട ആളല്ല എന്ന് പറയും. അന്നേരം ഇവള് മനസ്സ് ചിന്തിക്കുക, എന്നെ ഒരു വെറും ഗസ്റ്റ് ആക്കി മാറ്റി ഇവൻ, ഞാൻ മാറ്റി എടുത്തോളാം. ഇതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്, ഇവന്റെ വായിന്ന് വീഴുന്നു, ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ആണെന്ന്. ഞാൻ ഗസ്റ്റ് അല്ലടാ, നിന്റെ ഭാര്യയാടാന്ന് മനസ്സിൽ പറഞ്ഞിട്ട് വന്ന് ഇവന്റെ അടുത്തോട്ട് തന്നെ വന്ന് എന്താണ് തൊട്ട് ഉരുമി ഇരുന്നിട്ട് ഇവന്റെ മുഖത്തോട്ട് തന്നെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവനും അത് തന്നെ അവരുടെ മുഖത്തോട് തന്നെ കണ്ണും എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സാവിത്രി എന്താണ് അങ്ങോട്ട് കയറി വരുന്നത്. ഇങ്ങനെ മുടിയിട്ടുകൊണ്ട് സാവിത്രി അങ്ങോട്ട് കയറി വരുന്ന സാവിത്രി ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.